പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളിലെ രാജാവ് എന്നാണ് ഈ നാളിനെ വിശേഷിപ്പിക്കുന്നത്. 2026-ൽ പൂയം നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളും നിങ്ങൾ ചോദിച്ച കാര്യങ്ങളും താഴെ നൽകുന്നു. 1. ഈ വർഷം എങ്ങനെ? 2026 ഫലങ്ങൾ. 2026-ന്റെ ആദ്യ പകുതിയിൽ വ്യാഴം നിങ്ങളുടെ രാശിയിൽ കർക്കടകം നിൽക്കുന്നതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുക. ഭാഗ്യം. വർഷത്തിന്റെ പകുതിക്ക് ശേഷം ജൂൺ മാസത്തിനുശേഷം വ്യാഴം ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ പുരോഗതിയുണ്ടാകും. തടസ്സപ്പെട്ടുകിടന്ന കാര്യങ്ങൾ നടപ്പിലാകും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും. 2. ധനയോഗം. പൂയം നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളാണ്. ഈ വർഷം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. ജൂൺ മാസത്തിനുശേഷം പുതിയ വരുമാനമാർഗങ്ങൾ തെളിയാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ്, വ്യാപാരം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. 3. ബാധദോഷം ആൻഡ് പരിഹാരം. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയായതുകൊണ്ട് ശനിദോഷങ്ങൾ വരാതെ നോക്കണം. മനസ്സിൽ അനാവശ്യ ഭീതി, പ്രവർത്തനങ്ങളിൽ മന്ദത എന്നിവ അനുഭവപ്പെട്ടാൽ അത് ശനിദോഷത്തിന്റെ ലക്ഷണമാകാം. പരിഹാരം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ബാധദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. 4. ഇഷ്ടദൈവം ആൻഡ് ക്ഷേത്രദർശനം. ഇഷ്ടദൈവം പൂയം നക്ഷത്രത്തിന്റെ ദേവത ബൃഹസ്പതി ദേവഗുരു ആണ്. അതിനാൽ മഹാവിഷ്ണുവിനെയോ ദക്ഷിണാമൂർത്തിയെയോ ഭജിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. ക്ഷേത്രങ്ങൾ. സ്റ്റാർ മഹാവിഷ്ണു ക്ഷേത്രം, ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ചകളിൽ ഗുരുവായൂർ ദർശനം നടത്തുന്നത് ഭാഗ്യം കൊണ്ടുവരും. പാലക്കാട് ജില്ലയിലെ പുത്തൂർ, പൂയം പോലുള്ള വിശേഷാൽ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണകരമാണ്. 5. ജപിക്കേണ്ട മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ നിത്യവും രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് ഉത്തമമാണ്. നക്ഷത്രഗായത്രി. ഓം ബൃഹസ്പതയേ വിദ്മഹേ സുരശ്രേഷ്ഠായ ധീമഹി തന്നോ പുഷ്യ പ്രചോദയാത്. വ്യാഴമന്ത്രം ഗുരു ദോഷപരിഹാരത്തിന്. ഓം ബൃഹസ്പതയേ നമ. മഹാവിഷ്ണു മന്ത്രം ഓം നമോ നാരായണായ. ശനിദോഷത്തിന് നീലാംജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. പ്രത്യേകം ശ്രദ്ധിക്കാൻ. നിങ്ങളുടെ ജാതകത്തിലെ ദശാസന്ധികൾ കൂടി പരിശോധിക്കുന്നത് കൂടുതൽ കൃത്യമായ ഫലങ്ങൾ അറിയാൻ സഹായിക്കും. പൊതുവെ 2026 രണ്ടാം പകുതി മുതൽ പൂയം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് തുടങ്ങുന്നത്. നിങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ ജാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വേണോ? പൂയം നക്ഷത്രക്കാരുടെ ആരോഗ്യപരമായ സവിശേഷതകളും 2026-ൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും താഴെ നൽകുന്നു. പൊതുവായ ആരോഗ്യ സവിശേഷതകൾ. ജ്യോതിഷപ്രകാരം കർക്കടകരാശിയിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ടുതന്നെ പൂയം നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെയും ശനിയുടെയും സ്വാധീനം കൂടുതലായിരിക്കും. രോഗപ്രതിരോധശേഷി. പൊതുവെ നല്ല രോഗപ്രതിരോധശേഷിയുള്ളവരാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇവരെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്. ബാധിക്കുന്ന ഭാഗങ്ങൾ. നെഞ്ച്, ശ്വാസകോശം, വയർ, ആമാശയം എന്നീ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ വരാൻ സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ. 1. ദഹനസംബന്ധമായ അസുഖങ്ങൾ. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടോ അമിതമായ ഉത്കണ്ഠ കൊണ്ടോ ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ ദഹനപ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2. കഫദോഷം, ജലദോഷം, ചുമ, ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ തണുപ്പുകാലത്ത് ശ്രദ്ധിക്കണം. 3. ത്വക്ക് രോഗങ്ങൾ. തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജികളും ചൊറിച്ചിലും ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. 4. മാനസികാരോഗ്യം. അമിതമായി ചിന്തിക്കുന്ന പ്രകൃതക്കാരായതിനാൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ അനുഭവപ്പെടാം. 2026-ലെ ആരോഗ്യസ്ഥിതി. ഈ വർഷം ശനി 8-ാം ഭാവത്തിൽ അഷ്ടമശനി നിൽക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ അല്പം കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. ജൂൺ വരെ ചെറിയ രീതിയിലുള്ള അലസതയോ ശാരീരിക തളർച്ചയോ അനുഭവപ്പെട്ടേക്കാം. അമിതമായ യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ജൂണിന് ശേഷം വ്യാഴത്തിന്റെ മാറ്റത്തോടെ ആരോഗ്യനില മെച്ചപ്പെടും. എങ്കിലും നടുവേദന, സന്ധിവേദന തുടങ്ങിയ ശനി സംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ നോക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഉപകാരപ്രദമായ ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ.